അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൽ യഥാവിധി ബരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ആഹാരം നൽകുന്നത് പോലെ നിങ്ങൾക്കും അവൻ ആഹാരം നൽകും. അവ ഒട്ടിയ വയറുമായി പ്രഭാതത്തിൽ പുറപ്പെടുന്നു, നിറഞ്ഞ വയറുമായി അവർ തിരികെ എത്തുന്നു. ഇന്നത്തെ മനുഷ്യ സമൂഹം ആശങ്കകളുടെയും വേവലാതികളുടെയും ആവലാതികളുടെയും ലോകത്താണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ എന്താകും, അല്ലെങ്കിൽ അവൻ്റെ അവസ്ഥ നാളെ എന്താകും, എങ്ങനെയാകും എന്നുള്ള ചിന്തയിൽ അവൻ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നന്മ തിന്മകളും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വേണം ഒരു സത്യവിശ്വാസി വിശ്വസിക്കേണ്ടത്. അല്ലാത്തിടത്തോളം കാലം അവന് എന്നും ടെൻഷനുകളുടെ ലോകത്തായിരിക്കും ജീവിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ നന്മയും തിന്മയും വരാനിരിക്കുന്ന എന്തും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക. എല്ലാം അള്ളാഹുവിൽ തവക്കലാക്കുക. നന്മകൾക്കായി പ്രാർത്ഥിക്കുക. സർവശക്തനായ തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമളാൻ ടെലിക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമളാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്? ഹുദ ഫർഹാന. ഓക്കെ, ഹുദ ഫർഹാന എവിടുന്ന് വിളിക്കുന്നു? പൊന്നാനി. എവിടെയാണ്? തെയ്യങ്ങാട്. ഓക്കെ, ഹുദ ഫർഹാന ഏതിലാ പഠിക്കാണോ? ഏത് ക്ലാസ്സിലാ? 5th അല്ലേ? 8th. ഓക്കെ, 8th ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഹുദ ഫർഹാന. ഏത് സ്കൂളിലാ? ISS അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട്? പരീക്ഷകളൊക്കെ തുടങ്ങിയല്ലോ. എങ്ങനെയുണ്ട് പരീക്ഷകളൊക്കെ കഴിഞ്ഞതൊക്കെ? സൂപ്പറാണ്, കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പൊ പഠിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല എന്നർത്ഥം അല്ലേ? അല്ല, പൊതുവെ ഈ നോമ്പും പരീക്ഷ ഒരുമിച്ച് വരുമ്പോ പലരും പ്രയാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല, ഒപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ ഹുദ ഫർഹാന? കിട്ടാറില്ല എന്ന് മാത്രം അല്ലേ? ഓക്കെ, എന്തായാലും ഇപ്പൊ കിട്ടിയല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യത്തിന്റെ രീതി ഞാൻ പറയാം. 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതില് ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ 3 ചോദ്യം കറക്റ്റായി ആൻസർ ചെയ്താൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, റെഡി ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതലായി വന്നിട്ടുള്ള പ്രവാചക നാമം ഏത് പ്രവാചകന്റെ പേരാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതലായി വന്നിട്ടുള്ളത്? ഓപ്ഷൻസ് പറയാം. ചോദ്യം ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഹുദ ഫർഹാന ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം: ഞാൻ മരിക്കുവോളം നിന്റെ മുഖം എന്നെ കാണിക്കരുത് എന്ന് അങ്ങേയറ്റത്തെ ദേഷ്യത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആരോടായിരുന്നു? ചോദ്യം ക്ലിയർ ആയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ ദേഷ്യത്തോടു കൂടിയിട്ട് ഒരാളോട് പറഞ്ഞ വാചകമാണെന്ത്? ഞാൻ മരിക്കുവോളം നിന്റെ മുഖം എന്നെ കാണിക്കരുത് എന്ന്. ഇത് പറഞ്ഞത് ആരോടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: വഹ്ഷി, നജാഷി, അബൂജഹൽ. വഹ്ഷി മീൻസ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകനായിരുന്നു ആര്? വഹ്ഷി. വഹ്ഷിയോടാണോ, നജാഷിയോടാണോ, അതോ അബൂജഹലിനോടാണോ? അബൂജഹൽ.
ഉറപ്പിച്ചോ? ഒന്നുകൂടെ ആലോചിച്ചോക്ക. അബൂജഹലാണോ? വഹ്ഷി. ഉറപ്പിക്കാം. നജാഷി അല്ല, അബൂജഹലും അല്ല. ഇനി മാറില്ലല്ലോ. ഇല്ല. ഓക്കെ, വഹ്ഷി കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ഹുദ ഫർഹാന, 2 ചോദ്യത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. 3ാമത് ചോദ്യമാണ് ഇതിലുള്ളത്. 3ാമത്തെ ചോദ്യത്തിനും ആൻസർ പറയുകയാണെങ്കിൽ ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ട്. ഓക്കെ, 3ാമത്തെ ചോദ്യം ചോദിക്കാം. ഓക്കെ, 3ാമത്തെ ചോദ്യം, നമസ്കാരത്തിന് ബാങ്ക് ഏർപ്പെടുത്തണം എന്ന് നിർദ്ദേശിച്ചതാര്? നമസ്കാരത്തിന് ബാങ്ക് ഏർപ്പെടുത്തണം എന്ന് നിർദ്ദേശിച്ചതാര്? ഓപ്ഷൻസ് ഇല്ല. ഒരു കാര്യം ചെയ്യാം, ചെറിയൊരു ക്ലൂ തരാം. ഖുലഫാ റാഷിദീങ്ങളിൽ പെട്ട ഒരാളാണ്. ഉമർ റളിയല്ലാഹു അൻഹു. ഉറപ്പിക്കാം. അബൂബക്കർ അല്ല, ഉസ്മാൻ അല്ല, അലി അല്ല, ഉമർ തന്നെയാണ് അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഹുദ ഫർഹാന സമ്മാനാർഹയായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ആദ്യത്തെ വിളിയിലെ ആദ്യമായിട്ട് വിളിച്ചു, ആദ്യത്തെ വിളിയിൽ തന്നെ സമ്മാനവും നേടി. ഓക്കെ ഹുദ ഫർഹാന, ഇതുപോലെ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ? പങ്കെടുക്കാറുണ്ട്. സമ്മാനം കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട് അല്ലേ? മാഷാ അല്ലാ. അപ്പൊ നല്ല കുട്ടിയാണല്ലോ. കുഴപ്പമില്ല, ഇൻഷാ അല്ലാ ഇനിയും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. ഹലോ. ഹലോ, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹറും നാട്ടിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നഷ്വ. നഷ്വ എവിടുന്ന് വിളിക്കുന്നു? പാലപ്പെട്ടി. നഷ്വ എന്ത് ചെയ്യുന്നു? പഠിക്കാണോ? ഏത് ക്ലാസ്സിലാ? 6th. എവിടെ പഠിക്കുന്നത്? ISS അല്ലേ? 6th പഠിക്കുന്നത്. ഓക്കെ നഷ്വ, നോമ്പൊക്കെ എടുത്തിട്ടുണ്ടോ? നോമ്പെടുത്തിട്ടുണ്ട്. എത്ര നോമ്പെടുത്തു? 5 നോമ്പെടുത്തുള്ളൂ അല്ലേ? 2 പോയി അല്ലേ? 2 നോമ്പെടുത്തില്ല. ഓക്കെ, കുഴപ്പമില്ല കേട്ടാ. 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. 5ാം ക്ലാസ്സിൽ 5 നോമ്പ് അല്ലേ? അങ്ങനെയാണോ? കണക്കല്ലല്ലോ. ഇൻഷാ അല്ലാ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു നഷ്വ? ഇല്ല, ആദ്യമായിട്ടാ വിളിക്കുന്നേ. അവിടെ ആരെങ്കിലും ആൻസർ പറഞ്ഞുതരാൻ സഹായിക്കാൻ ആളുണ്ടോ അടുത്ത്? ആരുള്ളേ? ഉമ്മ ഉണ്ടല്ലേ? ഓക്കെ, എന്തായാലും ആൻസർ ഉഷാറായി പറയണം കേട്ടോ. ഓക്കെ, പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, എളുപ്പമായിരുന്നു അല്ലേ? ഓക്കെ, ഈ പരീക്ഷ നോമ്പ് സമയത്ത് വന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? പഠിക്കാൻ പറ്റായികണ്ടോ? അങ്ങനല്ല അല്ലേ? നമ്മൾ ഏത് സമയം വന്നാൽ നമ്മൾ പഠിക്കും അല്ലേ? അത്ര ഉഷാറാണ്. ഓക്കെ ഇൻഷാ അല്ലാ. എന്തായാലും ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യത്തിന്റെ രീതി പറയാം. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് പറയും. ഓക്കെ, 3ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ 3 ചോദ്യങ്ങൾക്കും കറക്റ്റായ ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, അപ്പൊ 1ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 1ാമത്തെ ചോദ്യം, ഖുർആൻ എന്ന പദം ഏറ്റവും കൂടുതൽ പ്രയോഗിച്ച സൂറത്ത് ഏത്? ഓപ്ഷൻസ് വേണ്ട? ഓപ്ഷൻസ് വേണ്ടേ? ഓപ്ഷൻസ് പറയാം. സൂറത്തുൽ ഇൻഫിത്താർ,
സൂറത്തുൽ ഇസ്രാ, സൂറത്തുൽ ഇൻസാൻ. സൂറത്തുൽ ഇസ്രാ. സൂറത്തുൽ ഇസ്രാ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. നിഷ്ഫ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം പറയാണ്. വിശുദ്ധ ഖുർആനിൽ എത്ര പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്? ഓപ്ഷൻസ് 15, 25, 35. 25 കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. മൂന്നാമത്തെ ചോദ്യത്തിലെ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം നിഷ്ഫയെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ആൻസർ പറയുമല്ലോ അല്ലേ? ഓക്കെ, പറയാനോ കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, രാത്രി നമസ്കാരത്തിന് തറാവീഹ് എന്ന് പേര് വരാൻ കാരണം എന്ത്? രാത്രി നമസ്കാരത്തിന് തറാവീഹ് എന്ന് പേര് വരാൻ ഓപ്ഷൻസ് ഇല്ലല്ലോ. മൂന്നാമത്തെ എങ്ങനെ? ഇടക്കിടക്ക് വിശ്രമിച്ച് ചെയ്യുന്നത് കൊണ്ട്. വളരെ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. രണ്ട് റക്കാത്തുകൾക്കിടയിൽ വിശ്രമിക്കാനുള്ള സമയം കൊടുക്കുന്നത് കൊണ്ടാണ് തറാവീഹിന് ആ പേര് പറയാൻ കാരണം അല്ലേ? കറക്റ്റ് ആൻസർ ആണ് കേട്ടോ നഷ്വ. ആദ്യമായി വിളിച്ചു, ആ വിളിയിൽ തന്നെ സമ്മാനം കൊണ്ടുപോയി അല്ലേ? നല്ല കുട്ടിയാണ് കേട്ടോ. അടിപൊളിയായി മത്സരിച്ചു, വേഗം വേഗം ആൻസർ പറഞ്ഞു, സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ നഷ്വ, ഇനിയും വിളിക്കണം കേട്ടോ. ആരാണ് ഉത്തരം പറഞ്ഞത്? ഉമ്മയാണോ? ഉമ്മ പറഞ്ഞിട്ടുണ്ടാ? ഉമ്മ സഹായിച്ചിരുന്നു അല്ലേ? ഓക്കെ, രണ്ടാൾക്കും കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും വീണ്ടും വിളിക്കണം കേട്ടോ നഷ്വ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷാഹിൻ അഹമ്മദ്. ഷാഹിൻ അഹമ്മദ് എവിടുന്ന വിളിക്കുന്നത്? എവിടെ വീട്? എവിടെ? മനസ്സിലായില്ല. എവിടെയാണ്? കാസർഗോഡോ? കാസർഗോഡ് വിളിക്കുന്നത്? എങ്ങനെ അവിടെ എത്തി? പൊന്നാല ആരുള്ള മോന്റെ? ഉമ്മയുടെ വീട് പൊന്നാലാണോ? ഉപ്പാടെ വീടാണോ കാസർഗോഡ്? അങ്ങോട്ട് പോയിരിക്കാണോ? അപ്പൊ അവിടെ ഉള്ളത് അല്ലേ? ഓക്കെ മോനെ. മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒന്നില്. ഏത് സ്കൂളിലാ? ഹലോ, കാസർഗോഡ് സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ, നന്നായി പഠിക്കുന്നില്ലേ? നന്നായി പഠിക്കണം കേട്ടാ. നോമ്പ് എടുക്കാൻ നോക്കിയിരുന്നോ? എടുത്തിരുന്നോ നോമ്പ്? ഒരു നോമ്പിട്ട് എടുത്തിരുന്നോ? എടുത്തോ? ഇല്ല, നോമ്പ് എടുത്തിട്ടില്ല. ഓക്കെ, വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടല്ലേ, കുറച്ചുകൂടെ വലുതായിട്ട് നോമ്പ് എടുക്കാം. ഓക്കെ, ആരെ കൂടെ സഹായിക്കാനുള്ള? ഉമ്മ സഹായിക്കാനുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ചോദിക്കലേക്ക് ഉത്തരം നന്നായിട്ട് പറയണം കേട്ടോ. പറയാൻ റെഡി അല്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ആദ്യത്തെ രണ്ട് ചോദ്യത്തിന് ഓപ്ഷൻസ് പറയും കേട്ടാ. മൂന്നാമത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലാണ് സമ്മാനം കിട്ടുക. ഓക്കെ മോനെ, ചോദിക്കട്ടെ? ഓക്കെ, ഖുറാന്റെ അവതരണം തുടങ്ങിയ മാസം ഏത്? ഏതു മാസത്തിലാണ് ഖുറാൻ അവതരിച്ചു തുടങ്ങിയത്? ഓപ്ഷൻസ് റബിയുൽ അവൽ, റമദാൻ, മുഹറം.
റബീഉൽ അവ്വലോ? റമദാൻ. റമലാൻ. റമലാൻ. റമലാൻ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്. മോന്റെ സംസാരം ക്ലിയർ ആവുന്നില്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്കും സംസാരിക്കാം കേട്ടോ, കുഴപ്പമില്ല. ഉമ്മാക്കും സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. മോനൊക്കെ സംസാരം ചില ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഒന്നാമത്തെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഖുർആൻ ആദ്യമായി അച്ചടിച്ചത് എവിടെയാണ്? ഏത് രാജ്യത്താണ് ഖുർആൻ ആദ്യമായി അച്ചടിച്ചത്? ഓപ്ഷൻസ് പറയാം. മക്ക, മദീന, ജർമ്മനി. മക്കയിലാണോ മദീനയിലാണോ ജർമ്മനിയിലാണോ ആദ്യമായി ഖുർആൻ അച്ചടിച്ചത്? മദീന. മദീന ഉറപ്പിച്ചു അല്ലേ? മദീന തെറ്റായ ഉത്തരമാണ്. മദീനയില, ജർമ്മനിയിലായിരുന്നു ആദ്യമായിട്ട് ഖുർആൻ അച്ചടിച്ചത്. ഓക്കെ ഓക്കെ മോനു, കുഴപ്പമില്ല കേട്ടോ. ഇനിയും വിളിക്കണം കേട്ടോ. അടുത്ത തവണ വിളിക്കുമ്പോ എന്തായാലും സമ്മാനം വാങ്ങിക്കണം. ഇല്ലല്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പൊന്നാലാണ് നിങ്ങളെ വീട്? അല്ല അല്ല, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് വിളിക്കുന്നത്. അതെ, യൂട്യൂബിൽ കണ്ട് വിളിക്കാണ്. ഓക്കെ 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 ഓക്കെ, ഇൻഷാ അല്ലാ, കുഴപ്പമില്ല. ഓക്കെ, വീണ്ടും വിളിക്കാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റസാൻ. റസാൻ എവിടെ വിളിക്കുന്നു? പൊന്നാനിയിൽ എവിടെയാണ് റസാൻ? ആനപ്പടിയിലാണല്ലേ. റസാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4. ഏത് സ്കൂളിലാ? അൻസാർ സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? റസല് പിന്നെ വിളിച്ചിരുന്നോ? മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ടാ വിളിക്കുന്നേ? ഓക്കെ. എന്തായാലും റസാനെ നോമ്പെടുത്തുണ്ടോ? എത്ര നോമ്പെടുത്തു? 3 നോമ്പെടുത്തിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന പറഞ്ഞേ? 4ാം ക്ലാസ്സിലാണല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാ, കുഴപ്പമില്ല, നല്ല കുട്ടിയാണ്. ഓക്കെ, ചോദ്യത്തിലെ ആദ്യം 2 ചോദ്യത്തിന് ഓപ്ഷൻസ് പറയും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ 3 ചോദ്യത്തിനും കറക്റ്റായ ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ചോദ്യത്തിലേക്ക് പോകാം. പോട്ടെ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. ഖുർആൻ ആദ്യമായി അച്ചടിച്ചത് എവിടെയാണ്? ഖുർആൻ ആദ്യമായി അച്ചടിച്ചത് എവിടെയാണ്? 3 ഓപ്ഷൻസ് പറയാം. മക്ക, മദീന, ജർമ്മനി. മക്കയിലാണോ മദീനയിലാണോ ജർമ്മനിയിലാണോ ആദ്യമായി ഖുർആൻ അച്ചടിച്ചത്? ആരാ സഹായിക്കാനുള്ള അടുത്ത്? മമ്മ ഉണ്ടല്ലേ? മമ്മയോട് ചോദിച്ചു നോക്കുക. മക്കയിലാണോ മദീനയിലാണോ ജർമ്മനിയിലാണോ ആദ്യമായി ഖുർആൻ അച്ചടിച്ചത്? മക്ക. ഉറപ്പിച്ചു അല്ലേ? മക്കല്ല മോനെ, മക്ക തെറ്റിപ്പോയി. കറക്റ്റായ ആൻസർ ജർമ്മനിയാണ് കേട്ടോ. ആദ്യമായിട്ട് ഖുർആൻ അച്ചടിച്ച സ്ഥലമാണ് ചോദിച്ചത്, ജർമ്മനിയിലാണ് കേട്ടോ. ഓക്കെ മോനെ, കുഴപ്പമില്ല. ഇൻഷാ അല്ലാ വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷനിൽ ഇനിയൊരു ഇടവേളയാണ്.
ഇൻഷാ അല്ലാ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. Feel the sun shine brighter. I feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath. I feel my joys just shimmer. I feel my heart starts flutter as the days pass by. I feel my life lighter. Benko Pure Coconut Oil. Purity in each drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Akbar Holidays. Together we travel. You and Akbar. +2 ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, വേൾഡ് ടോപ്പ് 10 അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ. കോഴ്സസ് ഓഫേർഡ്: ഡിഗ്രി, ഡിപ്ലോമ, എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം, ലോജിസ്റ്റിക് ആൻഡ് കാർഗോ, കമ്പ്യൂട്ടർ റിസർവേഷൻ സിസ്റ്റം. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്. ഇനി നിങ്ങളുടെ പഠനം അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാവട്ടെ. ഫോർ മോർ ഡീറ്റെയിൽസ് 9388 an institution of Akbar Group. All the parents are coming. Please come na, Mama. It's far away, beta. There are no flights available. Hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. What? Beta, I'll be there. No, Ma, no. Please don't go there. There are no good hotels at all. Maddie, it's Neetu's wedding. I don't know what to give her, yeah. How about a Singapore cruise? Wow, what a great idea. But how? Never say no to travel. Log on to akbartravels.com. Baby, I'm coming. Coming. She's coming. Venki, I'm coming. The reservation's okay. Ma, hotel's okay. We got a great package. They'll be there with you. Yay! I got it. Neetu's wedding gift. Wow, Star Cruise to Singapore. Since 40 years, we are there with you. Wherever you go, whenever you want. akbartravels.com, your reliable travel partner. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്കിൽക്ക് അവതരിപ്പിക്കുന്ന ഷഹർ റംദാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്? റഫീഖ്. ഓക്കെ, റഫീഖ് എവിടെ നിന്ന് വിളിക്കുന്നു? അയിലക്കാട് നിന്ന് വിളിക്കാന്ന് റഫീഖ്. ഓക്കെ, റഫീഖ് എന്ത് ചെയ്യുന്നു? പെയിന്റിങ്. ആ, ഓക്കെ. പെയിന്റിങ് ഈ നോമ്പ് സമയത്തൊക്കെ എങ്ങനെ? നല്ല വെയിലുമാണ്, നോമ്പും ഉണ്ട്. അപ്പൊ പണിക്കൊക്കെ പോകുമ്പോ വല്ലാണ്ട് ഭാരം തോന്നാറുണ്ടോ? നോമ്പിന് വർക്കില്ല അല്ലേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഇൻഷാ അല്ലാ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ടാണല്ലേ? ഓക്കെ 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 ഓക്കെ. എങ്ങനെ ഫാമിലി ഒക്കെ സുഖമായിരിക്കുന്നു? ഫാമിലി ഉണ്ടോ? എങ്ങനെ?
ആ ഓക്കെ ഓക്കെ സുഖമായിരിക്കുന്നല്ലോ എല്ലാവരും അല്ലേ? ആ ഓക്കെ അൽഹംദുലില്ലാ. എന്തായാലും ഇൻഷാ അല്ലാ ആദ്യമായി വിളിക്കുന്നത് കൊണ്ട് കോൾ പ്രോഗ്രാമിന്റെ രീതിയെ കുറിച്ച് പറയാം. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല. 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ റഫീഖ്, അടുത്ത ആരെങ്കിലും ഉണ്ടോ സഹായിക്കാന്? ഇല്ല, ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് തന്നെ മതി എന്നുള്ളതാണല്ലേ? ആരുടെയും സഹായം വേണ്ട, ഞാൻ തന്നെ മതി എന്നുള്ളതായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാ എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം പറയാം. കുഞ്ഞായിരിക്കെ, അതായത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തൊട്ടിൽ കിടന്ന് സംസാരിച്ച പ്രവാചകൻ ഉണ്ടായിരുന്നു. ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ചെറിയ കുഞ്ഞായിരിക്കെ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച പ്രവാചകൻ. ഓപ്ഷൻസ് പറയാം. മൂസാ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഒന്നാമത്തെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. നബിക്ക് സ്വർഗവും നരകവും കാണിക്കപ്പെട്ടത് ഏത് രാത്രിയിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗവും നരകവും കാണിക്കപ്പെട്ടത് ഏത് രാത്രിയിലാണ്? ഓപ്ഷൻസ് പറയാം. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ, മുഹറത്തിന്റെ രാത്രിയിൽ, മിഅറാജ് രാത്രിയിൽ. മിഅറാജ് രാവിലെ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. വളരെ നന്നായിക്കൊണ്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട് റഫീഖ്. ഹലോ. ഓക്കെ, റഫീഖിന്റെ കോൾ കട്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ആൻസർ പറയുകയായിരുന്നു. ഇൻഷാ അല്ലാ കുഴപ്പമില്ല, റഫീഖ് വീണ്ടും വിളിക്കുമായിരിക്കാം. ഇൻഷാ അല്ലാ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്? റൈഹാനത്ത്. ഓക്കെ, റൈഹാനത്ത് എവിടെ നിന്ന് വിളിക്കുന്നു? അയിലക്കാട് വിളിക്കുന്നു. ഓക്കെ, നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അയിലക്കാട് റഫീഖ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അയിലക്കാട് നിങ്ങളെ നാട്ടിൽ നിന്ന് ഒരു കോൾ ഇപ്പൊ വന്ന് കട്ടായതേ ഉള്ളൂ എന്ന് പറയായിരുന്നു. ഓക്കെ, റെഹാനത്ത് എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണോ? വർക്ക് ചെയ്യാണോ? ഒന്നും ചെയ്യുന്നില്ല. ഹൗസ് വൈഫും അല്ല, വർക്ക് ചെയ്യുന്നില്ല. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല. ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളാദ്യത്തെ കാണുന്നത് കേട്ടോ. വീട്ടിലിരിക്കായിരിക്കും അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാ. എങ്ങനെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറായി പോകുന്നുണ്ട് അല്ലേ? എങ്ങനെ നോമ്പത്തോടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ സഹായിക്കാറില്ലേ? വീട്ടിൽ അടുക്കളയിലൊക്കെ ഉമ്മാനൊക്കെ സഹായിക്കാറുണ്ടാവുമല്ലോ അല്ലേ? അതൊരു ജോലിയാണ് കേട്ടോ. തീർത്താൽ തീരാത്ത ജോലി തന്നെയാണത്. ഇത്ര പറഞ്ഞാലും മതിയാവാത്ത ജോലിയാണ് സ്ത്രീകളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, എന്തായാലും വേണ്ടില്ല. ആദ്യമായിട്ടാണ് വിളിക്കുന്നേ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് 3 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിലെ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല. പക്ഷെ 3 ചോദ്യത്തിനും ആൻസർ കറക്റ്റ് ആയാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ക്വിസ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ടോ റൈഹാനത്ത്? എങ്ങനെ? കിട്ടലില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ, അത് ശരി. ആ ഓക്കെ, ഇപ്പൊ എന്തായാലും കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. എന്തായാലും നന്നായിട്ട് മത്സരിക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് പ്രയാസമുള്ള ചോദ്യം ചോദിക്കാം അല്ലേ? ഈസി മതിയോ? ആയിക്കോട്ടെ, എന്നാ ഈസി ആയി ക്വസ്റ്റ്യൻ തരാം കേട്ടോ. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം. രാത്രി നമസ്കാരത്തിന് തറാവീഹ് എന്ന് പറയാൻ കാരണം എന്ത്? രാത്രി നമസ്കാരത്തിന് തറാവീഹ് എന്ന് പേര് വരാൻ കാരണം എന്ത്?
ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻസ് 1 23 റക്കാത്തുള്ളത് കൊണ്ട്, 11 റക്കാത്തുള്ളത് കൊണ്ട്, ഈ 2 റക്കാത്തുകൾക്കിടയിൽ വിശ്രമിക്കുന്നത് കൊണ്ട്. ഓപ്ഷൻ 1 23 റക്കാത്തുള്ളത് കൊണ്ട്, ഓപ്ഷൻ 2 11 റക്കാത്തുള്ളത് കൊണ്ട്, ഓപ്ഷൻ 3 2 റക്കാത്തുകൾക്ക് ഇടയിൽ വിശ്രമിക്കുന്നത് കൊണ്ട്. ഓക്കെ, യെസ്, കറക്റ്റ് ആൻസർ ആണ് അല്ലെ. തറാവീഹ് എന്ന് പറഞ്ഞാൽ വിശ്രമം എന്നാണ് ശരിക്കും അർത്ഥം. അപ്പൊ 2 റക്കാത്ത്, ഈ 2 റക്കാത്തുകൾ കഴിഞ്ഞിട്ട് അതിനിടയിൽ വിശ്രമിക്കാൻ ഗ്യാപ്പ് കൊടുക്കുന്നത് കൊണ്ടാണ് ആ നമസ്കാരത്തിന് തറാവീഹ് എന്ന് തന്നെ പേര് വരാൻ കാരണം. ഓക്കെ റൈഹാനത്ത്, ഒന്നാമത്തെ ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, പരലോകത്ത് അള്ളാഹു ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? ഹലോ, ചോദ്യം കേട്ടോ? അന്ത്യനാളിലെ അള്ളാഹു ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക, അല്ല അള്ളാഹു വിചാരണ ചെയ്യുന്നത് എന്തിനെ കുറിച്ചായിരിക്കാം? ഓപ്ഷൻസ്: നോമ്പ്, നമസ്കാരം, സക്കാത്ത്. നമസ്കാരം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. റെഹാനത്ത് 2 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ഏതു ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ ഖുർആൻ പരിഭാഷയുള്ളത്? അറബിയാണോ? ഏതു ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ പരിഭാഷയുള്ളത്? അറബിയാണല്ലേ? ഓക്കെ, അറബി എന്നുള്ളത് തെറ്റായ ഉത്തരമായിരുന്നു. ഇംഗ്ലീഷ് ആണ് കറക്റ്റായ ആൻസർ. ഓക്കെ റെഹാനത്ത്, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് 2 ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. ഓക്കെ, വൈകുന്നേരം വിളിച്ചോളൂ നാളെ മുതൽ കേട്ടോ. നാളെ വിളിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിക്ക് അവതരിപ്പിക്കുന്ന ഷഹർ റമളാൻ ടെലിക്വിസിലെ ഇന്നത്തെ എപ്പിസോഡിലെ അവസാന കോളിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്? റഫീഖ്. ഓക്കെ, നേരത്തെ കട്ടായ ആളാണോ? ഓക്കെ, നേരത്തെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കട്ടായതായിരുന്നു അല്ലേ? കുഴപ്പമില്ല റഫീഖ്, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, രാത്രി നമസ്കാരത്തിന് തറാവീഹ് എന്ന് പേര് വരാൻ കാരണമെന്ത്? രാത്രി നമസ്കാരത്തിന് തറാവീഹ് എന്ന് പേര് വരാൻ കാരണമെന്ത്? ഓപ്ഷൻസ് പറയട്ടെ? ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻസ് 23 റക്കാത്തുള്ളത് കൊണ്ട്, 2 11 റക്കാത്തുള്ളത് കൊണ്ട്, 3 ഈ 2 റക്കാത്തുകൾക്കിടയിൽ വിശ്രമിക്കുന്നത് കൊണ്ട്. ഈ 2 റക്കാത്തുകളിൽ വിശ്രമിക്കുന്നത് കൊണ്ട് ആണോ? അതാണോ ആൻസർ? ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഈ 2 റക്കാത്തുക്കിടയിൽ വിശ്രമിക്കുന്നത് കൊണ്ടാണ് രാത്രി നമസ്കാരത്തിന് തറാവീഹ് എന്ന് പേര് വരാൻ കാരണം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഒന്നാമത്തെ ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആൻ എഴുതി വെക്കാൻ കാരണമായ യുദ്ധം ഏത്? പരിശുദ്ധമായ ഖുർആൻ എഴുതി വെക്കാൻ കാരണമായ യുദ്ധം. ഓപ്ഷൻസ്: ബദർ യുദ്ധം, യമാമ യുദ്ധം, തബൂക്ക് യുദ്ധം. ബദർ ഓർമ്മിച്ചു? ഓക്കെ റഫീഖ്, ബദർ യുദ്ധം എന്ന ഉത്തരം തെറ്റായിരുന്നു. യമാമ യുദ്ധമാണ് കറക്റ്റായ ആൻസർ. ഓക്കെ റഫീഖ്, ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല, വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും.
പലവിധ ടെൻഷനുകളാലും പ്രയാസങ്ങളാലും ആവലാദികളാലും വേവലാദികളാലും മനസ്സ് നേറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ സകലതും വരമേൽപ്പിക്കുക, അവനിൽ ആത്മാർത്ഥമായി പ്രാർത്ഥന അർപ്പിക്കുക. പ്രാർത്ഥനവും പ്രവർത്തനവും ഒന്നിക്കുമ്പോഴാണ് വിജയം കൈവരിക്കുക. സർവാധിനാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹുർ റമദാൻ ടെലിക്വിസിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ കാണും വരേക്കും മാസ്സലാമ.